4 പൈസയാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ 5-ൽ നിന്നും 4 അല്ലേ, 5-ൽ നിന്നും 4 പോയാൽ എത്രയാണ് വരിക? 1 ആണ് അല്ലേ. 1 നമ്മൾ അതുപോലെ എഴുതണം. ഇനി 4-ൽ നിന്നും 7 നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുമോ, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബോറോ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 14 ആവുന്നു, ഇവിടെ എന്താവുന്നു? 5 ആകുന്നു അല്ലേ. 14-ൽ നിന്നും 7 പോയാൽ എത്രയാണ്? 7 അല്ലേ. 7 ആണ് ആൻസർ. പോയിന്റ് അതുപോലെ എഴുതുന്നു. നമ്മൾ ഇങ്ങോട്ടേക്കാണ് ബോറോ ചെയ്യുന്നത്, അവിടുന്ന് എങ്ങോട്ടുണ്ടോ അത് അങ്ങോട്ടേക്ക് നമ്മൾ ബോറോ ചെയ്യാണ്. ഇനി 5-ൽ നിന്നും 5 പോയാൽ എത്രയാണ്? 6 അല്ല, 5 ആണ്. 5-ൽ നിന്നും 5 പോയാൽ 0. ഇനി 3-ൽ നിന്നും 2 പോയാൽ എത്രയാണ്? 3-ൽ നിന്നും 2 പോകുമ്പോൾ 1 അതുപോലെ തന്നെ താഴ്ത്തിയിരുന്നു. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? റുപ്പീസ് 110.71 പൈസ. 71 പൈസ. അങ്ങനെയല്ല ആൻസർ നമുക്ക് കിട്ടിയത് ആണല്ലോ. മനസ്സിലായാലോ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബോറോയിങ് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ സെക്കൻഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ അടുത്തത് എക്സാമ്പിൾ 3 ആണ്. എക്സാമ്പിൾ 3 നോക്കുക. രാജേഷ് ഹാഡ് ₹56.25 paise. He spent ₹8.25 paise for buying toffees and biscuits. How much money does Rajesh have now? അപ്പോൾ രാജേഷിൻ്റെ കയ്യിൽ 56 രൂപയും 25 പൈസയാണുള്ളത്. അദ്ദേഹം ടോഫിയും പിന്നെ എന്താ ബിസ്ക്കറ്റും വാങ്ങുവാൻ വേണ്ടി 8 rupees 25 പൈസയും അദ്ദേഹം ചിലവാക്കി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനി എത്രയാണ് ബാക്കിയുള്ളത്? ഓക്കെ, അപ്പോൾ എന്താണ്? ₹56.25 പൈസയും ഫ്രം അദ്ദേഹം എത്ര ചിലവാക്കി? 8 rupees 25 പൈസയാണ് ചിലവാക്കിയത് അല്ലേ. അപ്പോൾ നോക്കുക, 56 rupees 25 പൈസ മൈനസ് 8 rupees എവിടെ വരണമെന്ന് മനസ്സിലാ? ഇത് ഒരു ഡിജിറ്റേ ഉള്ളൂ, അപ്പോൾ വൺസിൻ്റെ പ്ലേസിന് താഴെയായിട്ട് എഴുതുക 8 rupees 25 പൈസ അല്ലേ. 8 rupees 25 പൈസ. അപ്പോൾ 5-ൽ നിന്നും 5 പോകുമ്പോൾ 0 ആണ്, 2-ൽ നിന്നും 2 പോകുമ്പോഴും 0 ആണ്. അപ്പോൾ നമുക്ക് പോയിന്റ് അതുപോലെ ഇട്ട് കൊടുക്കുന്നു. ഇനി 6-ൽ നിന്നും 8 പോകുമോ? ഇല്ല, 6-ൽ നിന്നും 8 നമുക്ക് പോകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബോറോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 6 എന്നുള്ളത് 16 ആയി, 5 എന്നുള്ളത് എന്തായി? 4 ആയി. 16-ൽ നിന്നും 8 പോകുമ്പോൾ എത്രയാണ്? 8 അല്ലേ. 8 ആണ്. 4 അതുപോലെ തന്നെ താഴ്ത്തിയിരുന്നു. അപ്പോൾ നമുക്ക് എത്ര രൂപ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കി? 48 rupees ആണുള്ളത്. ₹48 rupees ആണ് അവിടെ ഉള്ളത്. 2 പൂജ്യം കൊണ്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, 48 rupees ആണ് അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയായിട്ടുള്ളത്. മനസ്സിലായോ? ഇനി എക്സസൈസ് 5.4 ചെയ്യാമല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? സബ്ട്രാക്ട് ചെയ്യുന്നത് നമ്മൾ പഴയതുപോലെ പഠിച്ചതുപോലെ തന്നെയാണ് ഇതും സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ സബ്ട്രാക്ട് നോക്കി. ₹2,378 ഫ്രം 4,331. അപ്പോൾ 2,378 ഫ്രം ₹4,831. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വലുതും ചെറുതും അല്ല നോക്കുക. അപ്പം നമ്മൾ ഇത് ഏതാണ് വലുത്? 4,031 മൈനസ് 2,378. ഓക്കെ, അപ്പോൾ 1-ൽ നിന്നും 8 പോകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബോറോ ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ 11 ആവുന്നു, ഇവിടെ എന്താവുന്നു? 2 ആവുന്നു അല്ലേ. അപ്പോൾ 11-ൽ നിന്നും 8 പോയാൽ എത്രയാണ്? 3. 2-ൽ നിന്നും 7 പോകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. ഇവിടെ എന്തുണ്ട്? 0 ആണ്. 0 എന്താ? ഒന്നുമില്ല, കയ്യിലല്ലേ, വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ ഇവിടെ 4 എന്നുള്ളത് 3 ആവുന്നു, ഇവിടെ എന്താവുന്നു? 10 ആവുന്നു. 10-ൽ നിന്നും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ എന്താവും? 12 ആവും. ഇവിടെ എന്താകുന്നു? 9 ആകുന്നു. ഓക്കെ ആണോ? മനസ്സിലായോ? എങ്ങനെയാണ്? നമ്മൾ ഇവിടേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തേക്ക് പോയല്ലേ, ഇവിടെ ആണ് കയ്യിൽ എന്തെങ്കിലും ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊടുത്തപ്പോൾ ഇവിടെ എന്തായി? 10 ആയി. ഈ 10-ൽ നിന്നും നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുത്തപ്പോൾ
ഇവിടെ 12 ആയി, ഇവിടെ എന്തായി 9 ആയി, ഇവിടെ 3 ആയി. അപ്പോൾ 12-ൽ നിന്നും 7 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 12-ൽ നിന്നും 7 പോയാൽ 5 അല്ലേ? 5 ആണ്. 5 അല്ലേ? 5 ആണ്. അടുത്ത എന്താണ്? 9-ൽ നിന്നും 3 അല്ലേ? 9-ൽ നിന്നും 3 പോയാൽ എത്രയാണ്? 6 ആണ്. 3-ൽ നിന്നും 2 പോയാൽ എത്രയാണ്? 1 ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? റുപ്പീസ് 1653 എന്നുള്ള ആൻസർ നമുക്കവിടെ കിട്ടി. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ താഴെയുള്ളത് ചെയ്യുമല്ലോ രണ്ടെണ്ണം, 65 and 70 പൈസ അല്ലേ? പൈസ എവിടെ ഉണ്ട്? അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ പോയിന്റ് അല്ലേ, ആ ഒരു പോയിന്റ് നിങ്ങൾ ഇട്ട് കൊടുക്കുക പൈസയുടെ മുന്നേ ആയിട്ട്. ഫ്രം 80 rupees and 33 പൈസ. നെക്സ്റ്റ് 28 rupees 6 പൈസ ഫ്രം 70 rupees and 30 പൈസ. അത് നിങ്ങൾ ചെയ്യുക. അടുത്തത് എന്താ നോക്കി, ഇവിടെ ചെയ്യാനായിട്ടുള്ളത് കണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അടുത്തത് സബ്ട്രാക്ട് 703 rupees 3 പൈസ ഫ്രം 1009 rupees 17 പൈസ. അത് സബ്ട്രാക്ട് ചെയ്യുക, ബുക്കിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ 11 and 12, 11 12 നിങ്ങൾ എന്ത് ചെയ്യുക? ബുക്കിൽ ചെയ്യുക. 13 വേണ്ട, അത് നിങ്ങൾക്ക് വേണ്ട, 13 വിട്ടേക്കുക. 11 12 അത്രയാണ് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുന്നത്. ഓക്കെ, അത്രയും ചെയ്യല്ലോ, ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുന്നത് മനസ്സിലായാലും എങ്ങനെയാണുള്ളത്? നമ്മൾ എങ്ങനെയാണോ സബ്ട്രാക്ട് പഠിച്ചത് അതുപോലെ തന്നെയാണ് ഉള്ളത്. എന്താണ്? പോയിന്റ് ഉള്ളിടത്ത് പോയിന്റ് ഇട്ട് കൊടുക്കുക എന്നത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പോയിന്റ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ പോയിന്റ് ഉള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്യാം? പോയിന്റ് തന്നെ ഇട്ട് കൊടുക്കുക, ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബേസിക് സയൻസിൻ്റെ ആ ഒരു ചാപ്റ്റർ എന്താണ് എക്സസൈസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു ആക്സിഡൻറ്റ്സ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സിൽ നമ്മൾ പഠിച്ചത്? എന്താണ് ആക്സിഡൻറ്റ് ആൻഡ് ഹോമിൽ സംഭവിക്കുന്ന ആക്സിഡൻറ്റ്സ്, അതിനുള്ള റെമഡീസ് അല്ലെങ്കിൽ അത് സൂക്ഷിക്കാനുള്ള എങ്ങനെയൊക്കെ അത് തടയാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ആക്സിഡൻറ്റ് ഇൻ സ്കൂളിൽ സംഭവിക്കുന്ന ആക്സിഡൻറ്റ്, അതെങ്ങനെ നമുക്ക് ആ ആക്സിഡൻറ്റ്സ് നമുക്ക് ഇല്ലാതാക്കാം എങ്ങനെയുള്ള കാര്യം പറഞ്ഞു. പിന്നെ ആക്സിഡൻറ്റ് വൈൽ പ്ലേയിങ്, കളിക്കുന്ന സമയത്ത് എന്തൊക്കെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാം, അതിന് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്നുള്ളത് പറഞ്ഞു. പിന്നെ ആക്സിഡൻറ്റ്സ് ഓൺ റോഡുകളിൽ നടക്കുന്ന ആക്സിഡൻറ്റ്സ് പറഞ്ഞു, അത് മുൻകരുതലുകൾ പറഞ്ഞു. പിന്നെ നമ്മൾ ട്രാഫിക് സിഗ്നൽ എല്ലാവരും വരച്ചു. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, ബോൺസ് അല്ലേ, ഫ്രാക്ചർ ബോൺസ്, പിന്നെ എന്താണ് നമ്മുടെ കാലൊടിയും, അതുപോലെ ബ്ലീഡിങ് ഉണ്ടാവും, ഡെത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ ഓർമ്മക്കുറവുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ സേഫ്റ്റി മെഷേഴ്സ്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് അല്ലേ, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നമുക്ക് ഡെറ്റോൾ, ആൻറ്റിസെപ്റ്റിക് ക്രീം, ബാൻഡേജ്, കോട്ടൺ ആൻഡ് പെയർ ഓഫ് സിസ്റ്റേഴ്സ്, ഇത്രയും കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും അപകടം പറ്റി കിടക്കുക അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിച്ച് കിടക്കുകയോ ചെയ്യുന്ന വ്യക്തിക്ക് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക അല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പാനിക് ആവാതെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സസൈസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, പിക്ക് ഔട്ട് ദ കറക്റ്റ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, മോസ്റ്റ് ആക്സിഡൻറ്റ്സ് ഹാപ്പൻ ബിക്കോസ് ഓഫ് ഡാഷ്. മിക്ക ആക്സിഡൻസും നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? കെയർലെസ്നെസ് കൊണ്ടാണോ, സേഫ്റ്റി കൊണ്ടാണോ, അലേർട്ട്നെസ് കൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും മിക്ക ആക്സിഡൻസും നടക്കുക? കെയർലെസ്നെസ് അല്ലേ, കെയർ ഇല്ലാതെ നടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുന്നത് കൊണ്ടാണ് ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്നത്. കെയർലെസ്നെസ്, അപ്പോൾ അത് ടിക്ക് ചെയ്യുക. കെയർലെസ്നെസ് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് അത് എഴുതുക അല്ലെങ്കിൽ ടിക്ക് ചെയ്യുക. കെയർലെസ്നെസ്. അപ്പോൾ എന്താ? മോസ്റ്റ് ആക്സിഡൻറ്റ്സ് ഹാപ്പൻ ബിക്കോസ് ഓഫ് കെയർലെസ്നെസ്. എഴുതിയോ? എഴുതി. അടുത്തത് നോക്കി, ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് വി ഷുഡ് നോട്ട് ലീവ് ടോയ്സ് ഓൺ ദ ഡാഷ്. To avoid accidents, we should not leave toys on the dash. ആക്സിഡൻസ് നമുക്ക് എന്താണ് നമ്മുടെ ടോയ്സ് എന്താണ് ആ ഒരു സ്ഥലത്ത് വലിച്ചുവാരി ഇടാതിരുന്നാൽ നമുക്ക് മിക്ക ആക്സിഡൻസും നമുക്കത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എവിടെ? ബോക്സ്, ഷെൽഫ്, ഫ്ലോർ. എവിടെ? ഫ്ലോർ. അപ്പോൾ ഫ്ലോറിൽ ടോയ്സൊക്കെ വലിച്ചുവാരി ഇടാതിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്സിഡൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് വി ഷുഡ് നോട്ട് ലീവ് ടോയ്സ് ഓൺ ദ ഫ്ലോർ. എഴുതിയോ? എഴുതി. അടുത്തത്
3 ആണ്. വി ഷുഡ് നോട്ട് നീട്ടണം. അപ്പോൾ നോട്ടം കിട്ടിക്കുക, നോട്ട് വേണ്ട നമുക്ക്. ഓക്കെ, വി ഷുഡ് ക്രോസ് ദ റോഡ്സ് ആറ്റ് ഡാഷ്. വി ഷുഡ് ക്രോസ് ദ റോഡ്സ് ആറ്റ് ഡാഷ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം. ഏത് വഴിയാണ്? സീബ്ര ക്രോസിംഗ്, ഫുട്പാത്ത്, ഗ്രീൻ സിഗ്നൽ. അപ്പോൾ നോട്ട് നമുക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ സീബ്ര ക്രോസിംഗ്, നമ്മൾ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സീബ്ര ക്രോസിംഗ് ആണ്. സീബ്ര ക്രോസിംഗ്. വി ഷുഡ് ക്രോസ് ദ റോഡ്സ് ആറ്റ് സീബ്ര ക്രോസിംഗ്. ഓക്കെ, അടുത്തത് 4th വൺ. വെൻ യുവർ ബോൺ ബ്രേക്സ് യു ഹാവ് എ ഡാഷ്. നിങ്ങളുടെ ബോൺ ബ്രേക്ക്, നിങ്ങളുടെ ബോൺസ് ഒടിയുകയാണെങ്കിൽ എന്ത് നമുക്ക് സംഭവിക്കുക? ബോൺ ബ്രേക്സ് ആകുമ്പോൾ ഫ്രാക്ചർ അല്ലേ? ഓപ്ഷൻ സി, ഫ്രാക്ചർ ആണ് സംഭവിക്കുക അല്ലേ? അല്ലെങ്കിൽ ബോൺ ആവോ ബ്രൂസ് ആവോ ചെയ്യില്ല അല്ലേ? എന്താ? ഫ്രാക്ചർ ആണ് സംഭവിക്കുക അല്ലേ? എല്ലാം ഒടിയാണ് ചെയ്യുന്നത്. വെൻ യുവർ ബോൺ ബ്രേക്സ് യു ഹാവ് എ ഫ്രാക്ചർ. ഓക്കെ, അടുത്തത് 5th വൺ. ആൻ ഇഞ്ചേർഡ് പേഴ്സൺ നീഡ്സ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഡാഷ്. എന്താ? ഇഞ്ചേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, ഫുഡ് കൊടുക്കുക, ഹോസ്പിറ്റൽ. എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം? എന്ത് ചെയ്യണം? ഫസ്റ്റ് എയ്ഡ് അല്ലേ? ഫസ്റ്റ് എയ്ഡ് പിക്ക് ചെയ്തോ? ഇതെയോ? അപ്പോൾ പിക്ക് ഔട്ട് ദ കറക്റ്റ് ആൻസേഴ്സ് മനസ്സിലായല്ലോ. ഫസ്റ്റ് വൺ, മോസ്റ്റ് ആക്സിഡൻറ്റ്സ് ഹാപ്പൻ ബിക്കോസ് ഓഫ് കെയർലെസ്നെസ്. 2, to avoid accidents we should not leave toys on the floor. 3, we should cross the roads at zebra crossing. 4, when your bone breaks you have a fracture. 5, an injured person needs it immediately first aid. മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി അടുത്ത ആൻസർ ക്വസ്റ്റ്യൻസ് എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ, കംപ്ലീറ്റ് ചെയ്തല്ലോ? ശരി. അടുത്തത് സി, ട്രൂ ഓർ ഫോൾസ് ആണ്. ട്രൂ ആണെങ്കിൽ ട്രൂ എഴുതുക, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്ന് എഴുതുക. ഫസ്റ്റ് വൺ, ഓക്കെ. ടച്ചിങ് പ്ലഗ് പോയിന്റ്സ് വിൽ ഗീവ് ആൻ ഇലക്ട്രിക് ഷോക്ക്. ടച്ചിങ് പ്ലഗ് പോയിന്റ്സ് വിൽ ഗീവ് ആൻ ഇലക്ട്രിക് ഷോക്ക്. പ്ലഗ് പോയിന്റ്സിൽ നമ്മൾ കൈയിടുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാം. ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണ് അല്ലേ? ട്രൂ ആണ്. അപ്പോൾ ട്രൂ എന്നോടെ എഴുതുക. നെക്സ്റ്റ്, വി ക്യാൻ റഷ് ഓൺ ദി സ്റ്റെയർകേസ് ടു ഗോ ഫസ്റ്റ്. വി ക്യാൻ റഷ് ഓൺ ദി സ്റ്റെയർകേസ് ഗോ ടു ഫസ്റ്റ്. ആദ്യമേ എത്താൻ വേണ്ടി നമ്മൾ സ്റ്റെയർ കേസിൽ കൂടി ചാടണം എന്നാണ് പറയുന്നത്. ആണോ? അല്ല, ഫോൾസ് അല്ലേ? വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഫോൾസ്. നെക്സ്റ്റ്, തേർഡ് വൺ, വി ഷുഡ് വെയിറ്റ് ഫോർ അവർ ടേൺ വൈൽ പ്ലേയിങ്. കളിക്കുവാൻ വേണ്ടി നമ്മുടെ അവസരം വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക അല്ലേ? കറക്റ്റ് ആണ്. ട്രൂ. വി ഷുഡ് വെയിറ്റ് ഫോർ അവർ ടേൺ വൈൽ പ്ലേയിങ്. ട്രൂ. അടുത്തത് 4th വൺ, വി ഷുഡ് വാക്ക് ഓൺ ദ ഫുട്പാത്ത്. നമ്മൾ ഫുട്പാത്തിൽ കൂടി നടക്കുക. എന്താ ആൻസർ? ട്രൂ. ഫുട്പാത്തിൽ കൂടെയാണ് നമ്മൾ നടക്കേണ്ടത് അല്ലേ? ദെൻ 5th വൺ, ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു പ്ലേ വിത്ത് ഷാർപ്പ് തിങ്സ്. ഷാർപ്പ് തിങ്സ് ഉപയോഗിച്ച് നിങ്ങൾ എന്താ കളിക്കുന്നത് ഒട്ടും സേഫ് അല്ല. ആണോ? സേഫ് ആണോ? അല്ല. ട്രൂ ആണ്. ട്രൂ ആണ് ആൻസർ. 6th വൺ, ലീവ് ദ ടോയ്സ് ഓൺ ദ ഫ്ലോർ. ടോയ്സ് ഫ്ലോറിൽ ഉപേക്ഷിക്കുക. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ് അല്ലേ? ഫോൾസ് ആണ്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ടച്ചിങ് പ്ലഗ് പോയിന്റ്സ് വിൽ ഗീവ് ആൻ ഇലക്ട്രിക് ഷോക്ക്. ട്രൂ. വി ക്യാൻ റഷ് ഓൺ ദ സ്റ്റെയർകേസ് ടു ഗോ ഫസ്റ്റ്. False. We should wait for our turn while playing. True. We should walk on the footpath. True. It is not safe to play with sharp things. True. 6, leave the toys on the floor. False. Okay. അടുത്ത നിങ്ങൾക്ക് അത് വേണ്ട, അത് എഴുതണ്ട. അടുത്തത് കംപ്ലീറ്റ് ക്രോസ്വേർഡ് പസിൽ ആണ്. ക്രോസ്വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൻസർ ടീച്ചർ പറഞ്ഞു തരാൻ നിങ്ങൾ നോക്കി അത് എഴുതുക. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള അടുത്തത് എഴുതുക. പേഴ്സൺ ഹാവ് അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളത് തനിയെ എഴുതുക. തനിയെ ഇതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ചത് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അക്രോസ് ആയിട്ട് എഴുതേണ്ടത് ടു ഹാപ്പൻ സഡൻലി ആൻഡ് അൺഎക്സ്പെക്റ്റഡ്ലി. എന്താണ് സംഭവിക്കുന്നത് എഴുതുക. 6th വൺ, ക്രീം അപ്ലൈഡ് ഓൺ ബേൺസ്. പൊള്ളലുണ്ടാവുന്ന സമയത്ത് ഏത് ക്രീം യൂസ് ചെയ്യുന്നു?
ബ്രോക്കൺ ബോൺസ് എന്ത് സംഭവിക്കുക? യൂസ് ടു ക്രോസ് റോഡ് ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ദെൻ ഡൗൺ താഴേക്ക് എഴുതേണ്ടത് ടച്ചിങ് ഡാഷ് ഓഫ് ദിസ് കുഡ് ലീഡ് ടു ബേൺസ്. എന്താണ് നമുക്ക് ഈ ഒബ്ജക്റ്റിൽ തൊടുമ്പോൾ നമുക്ക് പൊള്ളലുണ്ടാവും. എങ്ങനെയുള്ള ഒബ്ജക്റ്റിലാണ്? ദെൻ ലിക്വിഡ് ആൻറ്റിസെപ്റ്റിക് ഫോർ വാഷിംഗ് വൂൺസ്. അപ്പോൾ ആ വൂൺസിന് ആൻറ്റിസെപ്റ്റിക് ക്രീം ഏത് ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്? ദെൻ വി ഷുഡ് നോട്ട് ടോക്ക് ഓൺ ദിസ് വൈൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങൾ സംസാരിക്കരുത്. 5th വൺ, ഗിവൻ ഇമ്മീഡിയറ്റ്ലി ടു ഇഞ്ചേർഡ് പേഴ്സൺ. ഇഞ്ചേർഡായിട്ട് കിടക്കുന്ന പേഴ്സൺ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ചെയ്യണം. എന്താണെന്നുള്ളത് ചെയ്യുക. ഡൗട്ട് ആണെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അത് നല്ലതുപോലെ വായിക്കുക. പാഠഭാഗം ഒന്നും കൂടെ നല്ല വൃത്തിയായിട്ട് ഒന്നുകൂടെ വായിക്കുക. ഓക്കെ, വായിച്ചതിന് ശേഷം ആൻസേഴ്സ് അത് ഫുള്ളായിട്ട് എഴുതുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിക്കുക. മാത്സ് ഹോംവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ 4th ചാപ്റ്റർ അല്ലേ, ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള ചാപ്റ്ററിന്റെ ബാക്കി കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ പേജ് നമ്പർ 43 എടുക്കുക. പിന്നെ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് അങ്ങനെ മാത്രം പഠിച്ചു പോയാൽ മതി കേട്ടോ. അപ്പോ നിങ്ങള് ജസ്റ്റ് വിൻഡോസ് 7 എന്ന് പറഞ്ഞത് കിടക്കുന്നത് കണ്ടോ? വിൻഡോസ് 7 അതിനകത്തെ കണ്ടോ ഹാർഡ്വെയർ റിക്വയർമെന്റ്സും സെക്യൂരിറ്റി എന്നും പറഞ്ഞ് കിടക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ അതിനകത്തെ ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, സെക്യൂരിറ്റി, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ, അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഫസ്റ്റ് പറയുന്ന പോയിന്റ്, മൈക്രോസോഫ്റ്റ് മേക്സ് ഷുവർ ദാറ്റ് സെക്യൂരിറ്റി ഈസ് എ പ്രയോറിറ്റി വിത്ത് ദ റിലീസ് ഓഫ് വിൻഡോസ് 7 അല്ലെ. അതായത് വിൻഡോസ് 7ന്റെ റിലീസിനൊപ്പം നമുക്ക് സുരക്ഷയ്ക്ക്, അതായത് നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു സെക്യൂരിറ്റി അല്ലെ, അതായത് ആ കാര്യം നല്ല രീതിയിൽ വളരെയധികം സുരക്ഷയായിട്ട് എന്ത് ചെയ്യും, നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് മൈക്രോസോഫ്റ്റ് മേക്സ് ഷുവർ മീൻസ് നമുക്ക് ഉറപ്പ് തരും എന്താണ്, ഷുവർ ദാറ്റ് സെക്യൂരിറ്റി ഈസ് എ പ്രയോറിറ്റി വിത്ത് ദ റിലീസ് ഓഫ് വിൻഡോസ് 7 അല്ലെ. അവിടെ ഏറ്റവും കൂടുതൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത് എന്തിനാണ്, അതിന്റെ സെക്യൂരിറ്റി, അതിന്റെ സുരക്ഷയ്ക്കാണെന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത്, വിൻഡോസ് ആക്ഷൻ സെന്റേഴ്സ് ടേക്സ് കെയർ ഓഫ് ബോത്ത് സെക്യൂരിറ്റി ആൻഡ് മെയിൻറ്റെയിൻസ് about 525 million copies have been sold since it came to market in 2009. അതായത്
വിൻഡോസ് ആക്ഷൻ സെന്റർ അല്ലെ വിൻഡോസ് ആക്ഷൻ സെന്റർ ടേക്സ് കെയർ ഓഫ് ബോത്ത് സെക്യൂരിറ്റി ആൻഡ് മെയിൻ്റെനൻസ്. അതായത് അത് എന്താണ് സുരക്ഷയ്ക്കും അതുപോലെ തന്നെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്താൽ എന്താ അത് അതുപോലെ പരിപാലിച്ച് അല്ലെങ്കിൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ കൃത്യമായിട്ട് പരിപാലിച്ച് കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യുന്ന ഡേറ്റാസും വളരെ സെക്യൂർ ആയിട്ട് അതുപോലെ പരിപാലിച്ച് കൊണ്ടുപോകാനായിട്ട് ഈ വിൻഡോസ് 7 സാധിക്കും. അതുപോലെ about 525 million copies have been sold since it came to market in 2009. 2009 ഇതിന്റെ ഏകദേശം 525 ദശലക്ഷം കോപ്പികൾ എന്ത് ചെയ്തു നമ്മളുടെ ഈ വിൻഡോസ് 7 വിറ്റഴിച്ചിട്ടുണ്ട് അല്ലെ. 2009 ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ 525 മില്യൺ ആണ്. മില്യൺ മീൻസ് ദശലക്ഷം കോപ്പികൾ എന്ത് ചെയ്തു വിറ്റഴിച്ചു. അപ്പൊ അത്രയും വളരെ എന്താണ് നല്ല ഒന്നായിട്ടായിരിക്കുമല്ലോ അല്ലേ ഇത്രയും കോപ്പീസ് വിറ്റഴിച്ചത്. ഇതിന്റെ താഴെ കിടക്കുന്ന പോയിന്റ് ഉണ്ടോ തൊട്ട് താഴെ വിൻഡോസ് വിസ്റ്റ, വിൻഡോസ് 8.0 ആൻഡ് വിൻഡോസ് 10 are the updated versions of Windows operating system. So underline this point. Windows Vista, Windows 8.0 and Windows 10 are the updated versions of Windows operating system. Windows operating systemത്തിന്റെ updated ആയിട്ടുള്ള പുതിയ version ആണ് ഏതൊക്കെ? Windows Vista, Windows 8.0, Windows 10. അപ്പോൾ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ ഈ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ പറഞ്ഞത്. ആ എക്സാമ്പിൾസ് പുതിയ അപ്ഡേറ്റഡ് വേർഷൻസ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പുതിയ വേർഷൻസ് ആണ് വിൻഡോസ് വിസ്റ്റ, വിൻഡോസ് 8.0 ആൻഡ് വിൻഡോസ് 10. അപ്പൊ അതൊന്ന് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ. ഫില്ലപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ചൂസ് ദ കറക്റ്റ് ആൻസർ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. അപ്പൊ അത് പഠിക്കാം. ഓക്കെ, അത് മാത്രം അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിച്ചാൽ മതി. തൊട്ട് താഴെ കോമൺ ടേംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ടേംസ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ ഏതൊക്കെയാണ് അതാണ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഡെസ്ക് ടോപ്പ്. ഡെസ്ക് ടോപ്പ് എന്താണെന്ന് ഇപ്പൊ ടീച്ചർ പറയാനായിട്ട് കാര്യമില്ല, എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ് നോക്കിയേ? When we switch on a computer, the Windows operating system starts automatically. അല്ലേ? അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടർ അങ്ങോട്ട് ഓൺ ആക്കുമ്പോഴേക്കും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്വയം എന്ത് ചെയ്യും? അത് ഓപ്പറേറ്റ് അതായത് സ്വന്തമായിട്ട് അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അത് സ്റ്റാർട്ട് ആവാനായിട്ട് തുടങ്ങും. The first screen that appears with the labeled icons is called the desktop. അങ്ങനെ ആദ്യം നമ്മൾ സ്ക്രീൻ അങ്ങോട്ട് ഓൺ ആയി വരുമ്പോൾ കാണുന്ന കുറെ ഐക്കൺസ് പോലെ കാണുന്നതാണ് ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്നത്. ടീച്ചറാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ ടീച്ചർ? നമ്മള് കമ്പ്യൂട്ടർ ഓൺ ആക്കി വരുമ്പോൾ കാണുന്ന കുറെ ഐക്കൺസ് അല്ലെങ്കിൽ കുറെ ലേബൽ ചെയ്ത് കുറെ പേരൊക്കെയുള്ള കുറെ ഐക്കൺസ് ഇങ്ങനെ നമ്മളുടെ ആ ഒരു ഓപ്പൺ ചെയ്യുമ്പോഴേ കാണാൻ പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്ന ആ ഒരു വിൻഡോസ് ഒക്കെ ആ ഐക്കൺ ഒക്കെ വന്ന് കാണുന്ന ആ ഒരു ഭാഗം, അതാണ് നമ്മുടെ ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, then second one icons. Icons നമുക്ക് അറിയാം അല്ലേ? നോക്കിയേ, icons are the small labeled pictures of the programs that appear on the desktop. അല്ലെ, ഡെസ്ക്ടോപ്പിൽ ദൃശ്യമാകുന്ന ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ അല്ലെ, ചെറിയ അതായത് ഐക്കൺസ് എന്ന് പറഞ്ഞാൽ ടീച്ചറിവിടെ കാണിക്കുന്നുണ്ട്. പിക്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? അതായത് എന്താണ്? പ്രോഗ്രാമുകളാണ്, ചെറിയ ചെറിയ ലേബൽ ചെയ്തിട്ടുള്ള കുറെ എന്ത് ചെയ്യും? കുറെ ഐക്കൺസ് കാണും അല്ലെ, ഒരുപാട് ഐക്കണുകൾ കാണാം അല്ലെ. ഓരോ പ്രോഗ്രാമിനും ഓരോ ഐക്കൺ ആയിരിക്കും അല്ലെ. ക്യാമറ പിന്നെ അതിനൊരു ഐക്കൺ ആയിരിക്കും, പിന്നെന്താണ് പിക്ചർ അല്ലെ, അതിനൊരു ഐക്കൺ ആയിരിക്കും, പിന്നെ ഓരോ ഫയലിനും ഐക്കൺ ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ മൈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കൺസ് കാണും അല്ലെ. പിന്നെ എന്താ ഗൂഗിളിന് ഒരു ഐക്കൺ ആയിരിക്കും, പിന്നെ അതുപോലെ ക്രോം അല്ലെ, പിന്നെ അതുപോലെ എന്താണ് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഓരോ ഫയൽ ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ മ്യൂസിക് പ്ലെയർ, അപ്പൊ അതിനോരോ ഐക്കൺ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ ഐക്കണും ഓരോ പ്രത്യേകം പേരുകൾ വെച്ചിട്ട് ചെറുതായിട്ട് ലേബൽ ചെയ്ത് കാണാനായിട്ട് പറ്റും. യു ക്യാൻ ഡബിൾ ക്ലിക്ക് ദ ഐക്കൺ ആൻഡ് ഓപ്പൺ ദ പ്രോഗ്രാം. നമ്മൾ മൗസ് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? ഐക്കണിലൂടെ നമുക്ക് ഏത് ഐക്കണാണോ വേണ്ടത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യണം ഗൂഗിളിൽ, അപ്പൊ നമ്മൾ ഗൂഗിൾ ക്രോമിന്റെ അടുത്ത് കൊണ്ടുവന്ന് മൗസ് വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ക്രോം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അല്ലേ? അതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? ദെൻ തേർഡ് പറയുന്നത് ടാസ്ക് ബാർ. ടാസ്ക്
taskbar is the horizontal bar at the bottom of the desktop. ഡെസ്ക്ടോപ്പിന്റെ താഴെയായിട്ട് തിരശ്ചീനമായിട്ട് ഒരു കാണുന്ന ഒരു ബാറാണ് എന്ത് പറയുന്നത് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. It has the start button in its extreme left side. അല്ലെ, അതായത് അതിന്റെ അങ്ങേ അറ്റത്ത് ഇടത് വശത്തായിട്ട് എന്ത് കാണാൻ പറ്റും? നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ കാണാൻ പറ്റും. അല്ലെ, ടാസ്ക് ബാറിന്റെ ഇടത് വശത്ത് അറ്റത്തായിട്ട് എന്ത് കാണാം? നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ കാണാൻ പറ്റും. അത് ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ? സ്റ്റാർട്ട് ബട്ടൺ കണ്ടോ? ഏറ്റവും താഴെ ഇടത് വശത്തായിട്ട് കാണാം. Then next to the start button you have the quick launch toolbar. അല്ലെ, അതായത് നെക്സ്റ്റ് ടു ദ സ്റ്റാർട്ട് ബട്ടൺ, സ്റ്റാർട്ട് ബട്ടന്റെ അടുത്തായിട്ട് യു ഹാവ് ടു launch the toolbar. ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്, കണ്ടോ? ടീച്ചറിന്റെ അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടോ? ഏറ്റവും താഴെ നോക്കിയേ, കണ്ടോ? അപ്പൊ ആ ടൂൾ ബാറിന്റെ ഏറ്റവും ഇടത് വശത്തായിട്ട് അങ്ങനെ അറ്റത്താണ് എന്ത് സ്റ്റാർട്ട് ബട്ടൺ ഉള്ളത്. പിന്നെ നാലാമത് പറയുന്നത് ഷോ ഡെസ്ക്ടോപ്പ്. Button is present in the extreme right side of the taskbar. ടാസ്ക് ബാറിന്റെ ഏകദേശം വലതു വശത്തായിട്ട് എന്തുണ്ട്? നമ്മുടെ ഈ ഒരു ഷോ ഡെസ്ക്ടോപ്പ് അല്ലെ, ബട്ടൺ ഈസ് പ്രസന്റ് ഇൻ ദ എക്സ്ട്രീം റൈറ്റ് സൈഡ് ഓഫ് ദ ടാസ്ക് ബാർ. ടാസ്ക് ബാറിന്റെ അങ്ങേ അറ്റം, അതായത് വലതു വശത്തായിട്ട് ഇങ്ങനെയുള്ള ബട്ടണുകൾ ഉണ്ട്. ഇത് കാണാം, കണ്ടോ? അപ്പോ നമ്മൾ കോമൺ ടേംസ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കോമൺ ടേംസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഡെസ്ക്ടോപ്പ് ആണ്, സെക്കൻഡ് വൺ ഐക്കൺസ് ആണ്, തേർഡ് ടാസ്ക് ബാർ ആണ്, ഫോർത്ത് ഷോ ഡെസ്ക്ടോപ്പ്. നിങ്ങൾ ആ ടേംസിന്റെ പേര് മാത്രം കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കും. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണാതെ പഠിക്കാനായിട്ടൊന്നും പോകണ്ട. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് പറഞ്ഞ ഡെസ്ക്ടോപ്പ് ആണ്. When we switch on a computer, the Windows operating system starts automatically. The first screen that appears with the labeled icons is called the desktop. നമ്മളൊരു കമ്പ്യൂട്ടർ ഓൺ ആക്കി അങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? Windows operating system സ്വയം എന്ത് ചെയ്യും? അത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. The first screen that appears with the labeled icons is called desktop. അപ്പൊ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന ലേബൽ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ഐക്കൺ പോലെ കാണാനായിട്ട് പറ്റും. അതാണ് ഇതിന്റെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഐക്കൺ ആണ്. ഐക്കൺസ് ആർ ദ സ്മോൾ ലേബൽഡ് പിക്ചേഴ്സ് ഓഫ് ദ പ്രോഗ്രാം ദാറ്റ് അപ്പിയർ ഓൺ ദ ഡെസ്ക്ടോപ്പ്. യു ക്യാൻ ഡബിൾ ക്ലിക്ക് ദ ഐക്കൺ ആൻഡ് ഓപ്പൺ ദ പ്രോഗ്രാം. അല്ലെ, അതായത് ഡെസ്ക്ടോപ്പിൽ ദൃശ്യമാകുന്ന പ്രോഗ്രാമുകളിലുള്ള ചെറിയ ചെറിയ പേരുകൾ ലേബൽ ചെയ്തിട്ടുള്ളതാണ് ഐക്കൺ. നമ്മൾ എന്ത് ചെയ്യുക? മൗസ് കൊണ്ടുവന്ന് നമുക്ക് ഏത് ഐക്കൺ ആണോ ആവശ്യം, ഇപ്പോൾ ക്രോം ടീച്ചർ പറഞ്ഞ പോലെ ക്രോം ആണെങ്കിൽ അവിടെ കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഐക്കൺ എന്ത് ചെയ്യും? ഓപ്പൺ ആയിട്ട് വരും. തേർഡ് ടാസ്ക് ബാർ ആണ്. ടാസ്ക് ബാർ ഈസ് ദ ഹൊറിസോണ്ടൽ ബാർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിന്റെ താഴെയായിട്ട് ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. It has the start button in its extreme left side. Next to the start button you have the quick launch toolbar. അല്ലെ, ടൂൾ ബാറിന്റെ അങ്ങേ അറ്റം ഏകദേശം ഇടതുവശത്തായിട്ട് എന്തുണ്ട്? സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. Then നാലാമത് ഷോ ഡെസ്ക്ടോപ്പ് ആണ്. ബട്ടൺ ഈസ് പ്രസന്റ് ഇൻ ദ എക്സ്ട്രീം റൈറ്റ് സൈഡ് ഓഫ് ദ ടാസ്ക് ബാർ. അതായത് ടാസ്ക് ബാറിന്റെ അങ്ങേ അറ്റം വലതുവശത്തായിട്ടാണ് ഈ ബട്ടൺ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ടേംസ് പറയുക: ഡെസ്ക്ടോപ്പ്, ഐക്കൺ, ടൂൾ ബാർ, ദെൻ ഷോ ഡെസ്ക്ടോപ്പ്. 4 കോമൺ ടേംസ് ആണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ കൂടുതൽ പറയുന്നത്. then അടുത്തത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് വളരെ എളുപ്പമാണ്, നമ്മുടെ മൊബൈൽ ഫോണിന്റെ തന്നെ അല്ലേ. നോക്കി, സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ്, PDAs ആൻഡ് അതർ മൊബൈൽ ഡിവൈസസ് യൂസ് എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അല്ലേ, നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് അല്ലെ, ഇതെല്ലാം എന്താണ്? നമ്മുടെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തുക. സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ്, PDAs അല്ലെ, ഇതെന്നൊക്കെ പറഞ്ഞ എന്താണ്? മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ്. These mobile operating systems have to combine the features of a personal computer operating system and other features useful for a handheld mobile devices. അല്ലെ, അത് ഇതെന്ന് പറയുന്നത് എന്താണ്? These mobile operating systems have to combine the features of a personal computer operating system. നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എല്ലാ സവിശേഷതകളും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഇതാണ് നമ്മുടെ ഈ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്നത്. ദ ഫീച്ചേഴ്സ് യൂസ്ഫുൾ ഫോർ ദ ഹാൻഡ് ഹെൽഡ് മൊബൈൽ ഡിവൈസ്. അതായത് നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള മൊബൈലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മൊബൈൽ ഫോണിൽ ചെയ്യും. ഇപ്പോൾ ഇതുള്ള മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ വളരെ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനേക്കാളും നമുക്ക് വളരെ എളുപ്പത്തിലായിരിക്കും നമ്മുടെ സ്മാർട്ട്
ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. Some of these features include touch screen, cellular network, Bluetooth, Wi-Fi, GPS navigation, camera, voice recorder, speech recognition, music player, etc. അല്ലേ ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ടച്ച് ആണ്. പണ്ടെന്ന് പറഞ്ഞാൽ ബട്ടൺ ആണ് അല്ലേ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടച്ച് നമ്മുടെ കൈ കൊണ്ടാണ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. പിന്നെ അതുപോലെ എന്താണ് ഒരുപാടുണ്ട്. സെല്ലുലാർ നെറ്റ്വർക്ക് കണക്ഷൻസ്, വൈഫൈ കണക്ഷൻസ്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെ നാവിഗേഷൻ അല്ലെ, നമുക്ക് ലൊക്കേഷൻ ഒക്കെ ട്രേസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാമറ അല്ലെ, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം അല്ലെ. പിന്നെ അതുപോലെ വോയിസ് റെക്കോർഡ് ചെയ്യാം, കോള് വിളിക്കുമ്പോൾ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യാം അല്ലെ. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ വോയിസ് ഒക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് മാറ്റാം. പിന്നെ മ്യൂസിക് കേൾക്കാം, പിന്നെന്താണ് വീഡിയോ കാണാം. അങ്ങനെ എല്ലാം ഒരുപാട് അഡ്വാൻറ്റേജോട് കൂടിയാണ് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺസ് ഒക്കെ ഉള്ളത് അല്ലെ. കമ്പ്യൂട്ടറിനെക്കാളും നമുക്ക് ഒരുപാട് സ്പീഡിൽ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. Then Android is the most popular mobile operating system അല്ലെ. ഇപ്പോഴത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ജനപ്രിയമായിട്ടുള്ള ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. ആ ഒരു സെന്റൻസ് ഒന്ന് പെൻസിലോട്ട് മാർക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ്രോയിഡ് ആണ് ഇപ്പം നമ്മുടെ ഈ ഒരു ജനറേഷനിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്കും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമുള്ളൊരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ആണ്. Other examples are Apple iOS, Windows Phone operating system and BlackBerry. അവിടെ നിങ്ങൾക്ക് താഴെ പിക്ചർ തന്നിട്ടുണ്ട്, കണ്ടോ. അതായത് ആൻഡ്രോയിഡ് ആണ് ആ നടുക്ക് രണ്ടാമത് തന്ന പിക്ചർ. ഒരു പച്ച പോലത്തെ കണ്ടോ ആൻഡ്രോയിഡ്. സെക്കൻഡ് കാണിച്ചിരിക്കുന്നത് ആൻഡ്രോയിഡ്. ദെൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന അതർ എക്സാമ്പിൾസിൽ ആപ്പിൾ iOS, നമ്മുടെ ആപ്പിൾ ഫോൺ, ആപ്പിളിന്റെ ചിഹ്നമായിട്ടുള്ള ആപ്പിൾ ഫോൺ കണ്ടോ. ഫസ്റ്റ് ഇമേജ് ആണ് ആപ്പിൾ. ദെൻ വിൻഡോസ് ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് മൂന്നാമത്തെ പിക്ചർ, കണ്ടോ മൂന്നാമത് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ബ്ലാക്ക്ബെറി, ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് ബ്ലാക്ക്ബെറി. ഇതൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന വിൻഡോസ് ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒന്നുകൂടെ പറയാം. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറഞ്ഞത്. സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, PDAs ആൻഡ് അതർ മൊബൈൽ ഡിവൈസസ് യൂസ് എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ. സ്മാർട്ട് ഫോണും ടാബ്ലറ്റും ഒക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കോമൺ ആയിട്ട് പറയുന്നത്. These mobile operating systems have to combine the features of a personal computer, operating system and other features useful for the handheld mobile device. Some of these features include touch screen, cellular network, Bluetooth, Wi-Fi, GPS navigation, camera, voice recorder, speech recognition, music player, etc. അതായത് നമ്മുടെ വ്യക്തിഗത കമ്പ്യൂട്ടർ, പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലെ. നമുക്ക് ഓരോ വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ, നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ. അപ്പൊ അതുപോലെ നമുക്ക് പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ പോലെ. നമ്മുടെ ഫോൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹൈലി സെക്യൂരിറ്റി ആണ്. കാരണം നമ്മുടെ കൈ കൊണ്ടുള്ള ലോക്ക് അല്ലെ, തമ്മിങ്ങനെ വെച്ചിട്ട് ലോക്ക് അഴിക്കാൻ പറ്റും. പിന്നെ ഫേസ് ലോക്ക് ഉണ്ട് അല്ലെ, പിന്നെ പാറ്റേൺ, നമ്പർ ലോക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെയുള്ള ലോക്കാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം, അതുപോലെ നമുക്ക് ഭയങ്കര സെക്യൂർ ആയിട്ട് നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിക്കാം. വേറൊരാള് എടുത്താൽ അത് ഓപ്പൺ ഒന്നും ചെയ്തിട്ടുള്ള ഡേറ്റാസ് ഒന്നും പെട്ടെന്നൊന്നും ചെയ്യാനൊന്നും സാധിക്കത്തില്ല. പത്രത്തില് വളരെയധികം ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഇപ്പോഴത്തെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്മാർട്ട് ഫോൺ പോലുള്ളവ വരുന്നത്. കൂടുതൽ വോയിസ് റെക്കോർഡ് ചെയ്യാം, നാവിഗേഷൻ, ലൊക്കേഷൻ ട്രേസ് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാം, പാട്ട് കേൾക്കാം, ബ്ലൂടൂത്ത്, അതുപോലെ സെല്ലുലാർ നെറ്റ്വർക്ക് അല്ലെ. പിന്നെ അതുപോലെ GPS നാവിഗേഷൻ, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസോട് കൂടിയാണ് നമ്മുടെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ നമുക്ക് കൂടുതലും ഉള്ളത്. പിന്നെ ആൻഡ്രോയിഡ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ആണ്. അതർ എക്സാമ്പിൾസ് ആർ ആപ്പിൾ iOS, വിൻഡോസ് ഫോൺ OS ആൻഡ് ബ്ലാക്ക്ബെറി. ഓക്കെ, ഇത്രയായപ്പോ നമ്മുടെ ആ ഒരു ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഇതിനകത്ത് ടീച്ചർ നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കാം. എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പഠിക്കണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ചില കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പരീക്ഷയ്ക്ക് ഫില്ലപ്പായിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ഇനി നമുക്ക് ഇന്നത്തെ പഠിക്കാനുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നോക്കിയാൽ അത് പഠിക്കാം. First question, Windows 98 is a product of Dash.
വിൻഡോസ് 98 എന്നുള്ളത് എന്തിന്റെ പ്രോഡക്റ്റ് ആണ്? നമ്മൾ പഠിച്ചായിരുന്നു, ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. പേജ് നമ്പർ 38 മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് കണ്ടോ? മൈക്രോസോഫ്റ്റ് വിൻഡോസ് അതിന്റെ ഫസ്റ്റ് കണ്ടോ? വിൻഡോസ് 95, വിൻഡോസ് 98, വിൻഡോസ് NT, വിൻഡോസ് 2000, വിൻഡോസ് XP, വിൻഡോസ് വിസ്റ്റ, വിൻഡോസ് 8, വിൻഡോസ് 10 are the various version used commonly in personal computers. അല്ലേ? അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ഓരോ മൈക്രോസോഫ്റ്റ് ആണ്, നമ്മുടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ് അതൊക്കെ അല്ലേ? അപ്പോൾ അവിടെ ആൻസർ എന്താണ്? വിൻഡോസ് 98 ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മൈക്രോസോഫ്റ്റ്. ഇതൊക്കെ ഒരുപാട് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനകത്ത് ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് ആണ് ഈ പറയുന്ന വിൻഡോസ് 98 എന്നുള്ളത്. Then second question, Dash is the most powerful and popular multi-user and multitasking operating system. അതും നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, പേജ് നമ്പർ 38 യുണിക്സ് കണ്ടോ? Unix is the most powerful and popular multi-user and multitasking operating system. ഏറ്റവും ശക്തമായിട്ടുള്ളതും ജനങ്ങൾക്ക് ഒരുപാട് ജനപ്രിയമായിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇത് യുണിക്സ്. സോ ആൻസർ യുണിക്സ്, UNIX, യുണിക്സ്. Unix is the most powerful and popular multi-user and multitasking operating system. Third, operating system OS keeps track of all Dash connected to the system. Answer devices. അല്ലേ? ഓരോ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യുക, സിസ്റ്റത്തിലുള്ള ഓരോ ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് അതിനെ ട്രാക്ക് ചെയ്യാനൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കീപ് ട്രാക്ക് ഓഫ് ഓൾ ഡിവൈസസ്, DEVICES, ഡിവൈസസ് connected to system. Then fourth question, Dash, Dash and Dash are the next updated versions of Windows operating system. Operating system അല്ലേ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു വിൻഡോസ് 7 സെക്യൂരിറ്റിക്കകത്ത് ഏറ്റവും ലാസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്താൻ കണ്ടോ? വിൻഡോസ് വിസ്റ്റ, വിൻഡോസ് 8.0 and വിൻഡോസ് 10 are the updated versions of Windows operating system. ആൻസർ അത് എഴുതുക. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലേ എഴുതട്ടോ. വിൻഡോസ് വിസ്റ്റ, VISTA, വിൻഡോസ് വിസ്റ്റ, വിൻഡോസ് 8.0 ആൻഡ് വിൻഡോസ് 10. ഇതൊക്കെയാണ് ഇപ്പോഴും കൂടുതലും അപ്ഡേറ്റഡ് വേർഷൻസ്. പുതിയ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പുതിയ വേർഷൻസ് ആണ് വിൻഡോസ് വിസ്റ്റ, വിൻഡോസ് 8.0 ആൻഡ് വിൻഡോസ് 10. The last question, Unix has become a leading operating system for Dash. എന്താണ് അത്? നിങ്ങളുടെ യുണിക്സിനകത്തുണ്ട്, പേജ് നമ്പർ 38 യുണിക്സിനകത്ത് ഏറ്റവും ലാസ്റ്റ് സെന്റൻസ് ആണ് യുണിക്സ് ഹാസ് ബിക്കം എ ലീഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ വർക്ക് സ്റ്റേഷൻസ്. ഒരുപാട് വർക്ക് സ്റ്റേഷൻസ് ഉള്ള ഒന്നാണ് യുണിക്സ്. ആൻസർ വർക്ക് സ്റ്റേഷൻസ്. യുണിക്സ് ഹാസ് ബിക്കം എ ലീഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ വർക്ക് സ്റ്റേഷൻസ്. അപ്പോൾ ഒന്നുകൂടെ ആൻസർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ്, വിൻഡോസ് 98 is a product of Microsoft. Then second, Unix is the most powerful and popular multi-user and multitasking operating system. Third, OS operating system keeps track of all devices connected to system. Then fourth, Windows Vista, Windows 8.0 and Windows 10 are the next updated versions of Windows operating system. The last, Unix has become a leading operating system for workstations. എഴുതിയോ? then അടുത്തത് മാച്ച് ദി ഫോളോയിങ് അല്ലേ? അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഹോംവർക്ക് ചെയ്യുക കേട്ടോ. സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഹോംവർക്ക് ചെയ്യുക. ഇതിന്റെ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് അതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അതിപ്പോഴേ നോക്കരുത്, സ്വന്തമായിട്ട് പെൻസിൽ കൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് ആൻസർ നോക്കി നിങ്ങൾ ചെയ്തിരിക്കുന്ന ആൻസറും അത് ചെക്ക് ചെയ്യുക കറക്റ്റ് ആണോ എന്ന്. എന്നിട്ട് ഇപ്പോഴേ നോക്കി കോപ്പി ചെയ്യരുത്, ലാസ്റ്റ് അതിന്റെ ആൻസേഴ്സ് കാണിക്കുന്നുണ്ട്. then അത് കഴിഞ്ഞിട്ട് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്, അതും ടീച്ചർ ഈ വീഡിയോയുടെ അപ്പം ലാസ്റ്റ് തരുന്നുണ്ട്. എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, ഇത്രയും ആയപ്പോൾ നമ്മളുടെ ഈ പരീക്ഷയ്ക്കുള്ള ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്ക് അടുത്ത ഇനിയുള്ള ചാപ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇനിയുള്ള പരീക്ഷയ്ക്കുള്ള ചാപ്റ്റർ. ഓക്കെ തന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട്, ഈ പാഠത്തിലെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം. ഓക്കെ താങ്ക് യു.
Deep in the shadows, I know it's hard to put one foot in front of the other. So far as the echo, where do we start? You can learn to discover a million stars. Here in the shadows, I know you're scared. Take my hand, together we'll make a stand. We've got to fight to find a way. Dare to fall to find out what to say. No more hate. Just admit that you're just afraid. Time to let go of all your fears and pride. Stand up beside me, don't you hide. We can build a better place. If we can just find a way, then we can live a better day. Rise from the ashes, from the anger, from the war. Let's come together, lift your spirit for the cause. We should be equal, should be living free. All together, one and all, let's build a dream.